ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സിനിമ എക്സ്പ്ലെയിനർ. ഇന്ന് നമ്മൾ 2025 പുറത്തിറങ്ങിയ കർമ്മണ്യേ വാധികാരസ്തേ എന്ന തെലുങ്ക് സിനിമയെക്കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. പലരും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട് സിനിമയുടെ പേര് പറഞ്ഞില്ല എന്ന്. നമ്മൾ എല്ലാ വീഡിയോസിൻ്റെയും തുടക്കത്തിൽ സിനിമയുടെ പേര് കൃത്യമായിട്ട് പറയുന്നുണ്ടാവും. സോ അതൊന്ന് ശ്രദ്ധിക്കണേ. ഈ സിനിമയുടെ വൺ ലൈൻ എന്താണെന്ന് വെച്ചാൽ, താൽക്കാലിക സസ്പെൻഷനിൽ വേറെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പോലീസ് ഓഫീസർ കഴിച്ച ഭക്ഷണം പിടിക്കാതെ വയറുവേന കാരണം അടുത്തുള്ള കാട്ടിലേക്ക് പോകുന്നു. അവിടെ നോക്കുമ്പോൾ അബോധാവസ്ഥയിൽ ഒരു പെൺകുട്ടി വീണ് കിടക്കാണ്. ആ പെൺകുട്ടിയുടെ ശരീരത്തിൽ ആകെ മുറിവുകളാണ്. ആരാണ് ഈ പെൺകുട്ടി, അവൾക്ക് എന്ത് സംഭവിച്ചു, അവൾ എങ്ങനെയാണ് അവിടെ എത്തിയത് എന്നുള്ള കാര്യങ്ങൾ അദ്ദേഹം അന്വേഷിക്കാൻ തുടങ്ങാണ്. എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് വിശദമായി നോക്കാം. സിനിമയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ എന്നും പറയുന്നത് പോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തിയാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്കരികിലേക്ക് ഉടൻ തന്നെ എത്തുന്നതായിരിക്കും. സോ നമുക്ക് അധികം വൈകാതെ തന്നെ സിനിമയിലേക്ക് കടക്കാം. സിനിമയുടെ തുടക്കത്തിൽ രാത്രി സമയം ഒരു അപരിചിതനായ വ്യക്തിയെ കാണിക്കുന്നു. അയാൾക്ക് നടക്കാൻ വയ്യെന്നാണ് തോന്നുന്നത്. എഴഞ്ഞുകൊണ്ട് റോഡ് ക്രോസ് ചെയ്യുകയാണ്. ആ സമയം നോക്കി ആ വഴി വന്ന കാർ ഇയാൾ എഴഞ്ഞുകൊണ്ട് റോഡ് ക്രോസ് ചെയ്യുന്നത് കാണാതെ അയാളുടെ മേലെ കയറുന്നു. കാർ ഓടിച്ചു വന്നയാൾ സാധാരണക്കാരനല്ല, ആ നാട്ടിലെ വളരെ പ്രശസ്തനായ ഒരു സിനിമാ നടനാണ്. ഉടനെ തന്നെ അയാൾ തന്റെ അസിസ്റ്റന്റുമായി സംസാരിക്കുകയാണ്. തന്റെ സ്വാധീനം ഉപയോഗിച്ച് ഇതിൽ നിന്ന് രക്ഷപ്പെടാം എന്ന് അയാൾ കരുതാണ്. എന്നാൽ മേലധികാരികളിൽ ആരോട് സംസാരിച്ചാലും ഈ അപകടം നടന്ന സ്റ്റേഷൻ പരിധി ACP അർജുൻ എന്ന ഉദ്യോഗസ്ഥൻ കൈകാര്യം ചെയ്യുന്നതാണ്. അവിടെ എന്ത് തെറ്റ് നടന്നാലും ACP അർജുനെ കണ്ടേ മതിയാവും. അദ്ദേഹത്തിൽ നിന്ന് ആർക്കും രക്ഷപ്പെടാൻ കഴിയില്ല. മര്യാദയ്ക്ക് കീഴടങ്ങുന്നതാണ് നല്ലത്. ഇനി രക്ഷപ്പെട്ടാലും അവിടെയുള്ള CCTV ക്യാമറയിൽ ഇതെല്ലാം റെക്കോർഡായിട്ടുണ്ടാവും. നമ്മുടെ സ്വാധീനമൊന്നും അദ്ദേഹത്തിന്റെ അടുത്ത് നടക്കില്ല എന്ന് അസിസ്റ്റന്റ് പറയുന്നു. അസിസ്റ്റന്റ് നടനോട് പോകാം സാർ എന്ന് പറയുമ്പോൾ വീട്ടിലേക്കാണോ എന്ന് നടൻ ചോദിക്കുന്നുണ്ട്. അല്ല സാർ, പോലീസ് സ്റ്റേഷനിലേക്ക് എന്നയാൾ പറയുമ്പോൾ അയാളാകെ ഞെട്ടുകയാണ്. സീൻ കട്ട് ചെയ്യുമ്പോൾ കൃതി എന്ന ഒരാളെ കാണിക്കുന്നു. ഇദ്ദേഹം ഡിപ്പാർട്ട്മെന്റിലുള്ള ആൾ തന്നെയാണ്. ഏതോ ഒരു കാരണത്താൽ ഇദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്, അതും താൽക്കാലികമായി. ഇപ്പോൾ ഇദ്ദേഹത്തിന് വേറെ ഡ്യൂട്ടി കൊടുത്തിട്ടുണ്ട്. രാവിലെ എഴുന്നേറ്റ ഉടനെ വീട്ടുജോലികളെല്ലാം ഇദ്ദേഹം തന്നെ ചെയ്യാണ്. ഭാര്യയ്ക്ക് കഷായം ഉണ്ടാക്കി കൊടുക്കുന്നു, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നു, ടിഫിൻ ബോക്സിൽ ചോറെല്ലാം എടുത്തു വെക്കുന്നു, ഭാര്യയെ വളരെ നന്നായി നോക്കുന്നുണ്ട്. അവിടെ കട്ട് ചെയ്യുമ്പോൾ നമ്മുടെ മാസ്റ്റർ മഹേന്ദ്രനെ കാണിക്കുന്നു. അയാൾ ഏതൊരു പെൺകുട്ടിയുമായി റിലേഷൻഷിപ്പിലുള്ളതുപോലെയും പിന്നീട് ആ പെൺകുട്ടി അറിയാതെ ഒരു ഇഞ്ചക്ഷൻ എടുത്ത് കഴുത്തിൽ കുത്തിവെച്ച് അവളെ കൊല്ലുകയും ചെയ്യുന്നു. മരിച്ച ആ പെൺകുട്ടിയുടെ ശരീരം ഒരു ട്രാൻസ്പെറന്റ് ഷീറ്റ് വെച്ച് പൊതിഞ്ഞ് പാക്ക് ചെയ്ത് വെക്കുന്നതായി കാണിക്കുന്നു. ഈ മഹേന്ദ്രൻ ഇതേ വേല തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവുന്നു. സീൻ കട്ട് ചെയ്യുമ്പോൾ നമ്മുടെ കൃതി ഡ്യൂട്ടിക്ക് സമയമായി എന്ന് പറഞ്ഞ് ടിഫിൻ ബോക്സ് എടുത്ത് ഇറങ്ങാണ്. അപ്പോൾ ഭാര്യ വന്നിട്ട്, നമ്മൾ രണ്ടുപേരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചിട്ട് എത്ര നാളായി, ഇരിക്കും നമുക്ക് ഒന്നിച്ച് കഴിക്കാമെന്ന് പറയുമ്പോൾ, ഇല്ല ഡ്യൂട്ടിക്ക് സമയമായി, ഞാൻ ഇറങ്ങാണ് എന്ന് കൃതി പറയുന്നു. അത്രയും മോശമായാണ് അയാൾ പാചകം ചെയ്തിരിക്കുന്നത്, അത് അയാൾക്കും അറിയാം. അതുകൊണ്ടാണ് പേടിച്ച് അവിടെ നിന്ന് ഇറങ്ങുന്നത്. എങ്കിലും ഭാര്യ അത് കണ്ടുപിടിക്കുന്നുണ്ട്. അവിടെ കട്ട് ചെയ്യുമ്പോൾ ACP അർജുനെ കാണിക്കുന്നു. ഇദ്ദേഹം സ്റ്റേഷനിലേക്ക് കാറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മേലധികാരിയുടെ കോളാണ് വരുന്നത്. ആ നടന്റെ കാർ ആക്സിഡന്റ് കേസില്ലേ, അതെന്താണെന്ന് നോക്കി ഒന്ന് ക്ലോസ് ചെയ്ത് വിട്, ബാക്കി കേസുകളൊക്കെ നമുക്ക് പിന്നെ നോക്കാം, കാരണം മീഡിയ നമുക്ക് വലിയ തലവേദന ഉണ്ടാക്കുന്നുണ്ട് എന്ന് പറയുന്നു. അർജുൻ ഓക്കെ സാർ എന്ന് പറഞ്ഞ് സ്റ്റേഷനിലേക്ക് പോകുന്നു. ഇപ്പോൾ സ്റ്റേഷനിൽ ആ നടൻ താനൊരു സെലിബ്രിറ്റി ആയതുകൊണ്ട് തന്നെ തനിക്ക് പ്രത്യേക പരിഗണന കിട്ടുമെന്ന് കരുതി കാത്തിരിക്കുകയാണ്. എന്നാൽ അർജുൻ സ്റ്റേഷനിലേക്ക് വന്ന ഉടനെ ചെയിൻ സ്നാച്ചിങ്ങിൽ പിടിക്കപ്പെട്ട പിള്ളേരെ ഇട്ട് പൊതിരെ തല്ലുകയാണ്. ഇത് കണ്ട് ആ നടൻ പേടിച്ചു പോവാണ്. ACP അർജുൻ വന്ന ഉടനെ തന്നെ നമസ്കാരമൊക്കെ പറഞ്ഞ് കാര്യങ്ങൾ ചോദിക്കുമെന്നാണ് നടൻ പ്രതീക്ഷിച്ചിട്ടുള്ളത്. എന്നാൽ അർജുൻ അയാളെ കണ്ട ഭാവം പോലും നടിക്കുന്നില്ല. സ്റ്റേഷനിലെ ദൈനംദിന കാര്യങ്ങളെല്ലാം തീർത്തിട്ട് ക്യാബിനിൽ പോയിരുന്നിട്ട് അയാളെ അകത്തേക്ക് വിടാൻ പറയുന്നു. ശേഷം നടൻ അകത്തേക്ക് പോവാണ്. നടൻ തന്നെ വന്ന് കീഴടങ്ങിയതുകൊണ്ട് അർജുൻ അയാളോട് മാന്യമായാണ് പെരുമാറുന്നത്. ആദ്യം നിങ്ങളുടെ പാസ്പോർട്ട് സ്റ്റേഷനിൽ ഏൽപ്പിക്കണം. അന്വേഷണം കഴിയുന്നതുവരെ നിങ്ങൾ ഈ സ്ഥലം വിട്ട് എങ്ങോട്ടേക്കും പോകരുത്. എവിടെയെങ്കിലും പോകണമെങ്കിൽ എന്നോട് പറഞ്ഞിട്ട് വേണം പോവാൻ. ഇപ്പോൾ നിങ്ങൾക്ക് പോവാം എന്ന് പറഞ്ഞ് നടനെ അവിടെ നിന്ന് പറഞ്ഞയക്കുന്നു. അവിടെ കട്ട് ചെയ്യുമ്പോൾ മഹേന്ദ്രൻ കൊന്ന് പാക്ക് ചെയ്ത ആ പെൺകുട്ടിയുടെ ശരീരം ഒരു ബീച്ചിന്റെ സൈഡിൽ നിന്ന് കിട്ടുന്നുണ്ട്. പ്രസ്, മീഡിയ, പൊതുജനങ്ങൾ എന്നിങ്ങനെ വലിയൊരു കൂട്ടം അവിടെ നിൽക്കുന്നുണ്ട്. ആ കേസ് അന്വേഷിക്കാൻ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ വന്നിട്ടുണ്ട്. ക്രൈം സീൻ പരിശോധിച്ചിട്ട് അവർ പുറത്തേക്ക് വരുമ്പോൾ മീഡിയ ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇത് ആദ്യത്തെ കൊലപാതകമല്ല. ഇതിനു മുൻപ് 2 പെൺകുട്ടികൾ ഇതുപോലെ കൊല്ലപ്പെട്ട് അവരുടെ ബോഡി കണ്ടെത്തിയിട്ടുണ്ട്. ഇതിന് പിന്നിലുള്ള കില്ലറെ കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞ് നിങ്ങൾ അന്വേഷണം നടത്തുന്നുണ്ട്. ഇതുവരെ ഒരു ലീഡും കിട്ടിയിട്ടില്ല. നിങ്ങൾ കില്ലറെ കണ്ടുപിടിക്കോ അതോ ഞങ്ങളെയും ഇതുപോലെ നിസ്സാരമായി കാണുമോ എന്ന് മീഡിയ ചോദിക്കുന്നുണ്ട്. അപ്പോൾ സ്പെഷ്യൽ ഓഫീസർ പറയുന്നുണ്ട്, ഞാനിപ്പോഴല്ലേ അന്വേഷണം തുടങ്ങിയത്, എത്രയും പെട്ടെന്ന് കേസ് സോൾവ് ചെയ്യും എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോവാണ്. സീൻ കട്ട് ചെയ്യുമ്പോൾ നമ്മുടെ കൃതി ആന്ധ്രാപ്രദേശ് ചെക്ക് പോസ്റ്റിൽ ചെക്കിംഗ് ഓഫീസറായി നിൽക്കുകയാണ്. ആ വഴി വരുന്ന വണ്ടികളെല്ലാം കൃത്യമായി പരിശോധിക്കണമെന്ന് പറഞ്ഞ് മറ്റു 2 പോലീസുകാർക്കും നിർദ്ദേശം കൊടുക്കുന്നു. ആ വഴി ഒരു പച്ചക്കറി വണ്ടി വരികയാണ്. ആ വണ്ടിയിലുള്ള പച്ചക്കറികൾ ഇവരെടുക്കുന്നുണ്ട്. ഡ്രൈവർ ആണെങ്കിൽ തലയിൽ കൈവയ്ക്കുന്നു. എന്താണ് ഇത്, രാവിലെ തന്നെ പോലീസുകാർ കൈവയ്ക്കുന്നല്ലോ എന്ന് പറഞ്ഞിട്ട്. എന്നാൽ കൃതി എടുത്ത പച്ചക്കറിക്ക് പണം കൊടുക്കുന്നു. ഈ സമയം ഒരു ഫിനാൻസ് കമ്പനിയിൽ നിന്ന് അദ്ദേഹത്തിന് കോൾ വരുന്നു. പെട്ടെന്ന് വയറെന്തോ സുഖമില്ലാതെ തോന്നിയത് കൊണ്ട് പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നു. രാവിലെ ഭാര്യയ്ക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കിയപ്പോൾ ഇറങ്ങുന്ന നേരത്തെ ഒരു വായ കഴിച്ചിട്ടുണ്ടായിരുന്നു. അതിനാണ് വയറ് പണി തന്നത്. ഉടനെ ആ പാലത്തിന് താഴെയുള്ള കാട്ടുപ്രദേശത്തേക്ക് അദ്ദേഹം പോവുകയാണ്. അപ്പോൾ അവിടെ ഒരു ബാഗ് ഇരിക്കുന്നത് അദ്ദേഹം ശ്രദ്ധിക്കുന്നു.
എൻ്റെ ഈ ബാഗ് എങ്ങനെ ഇവിടെ വന്നു എന്ന് നോക്കുമ്പോൾ അവിടെ ഒരു പുഴയുണ്ട്. പുഴയ്ക്ക് നടുവിൽ വലിയൊരു പാറ. ആ പാറയുടെ മുകളിൽ ഏതോ ഒരു പെൺകുട്ടി കിടക്കുന്നതായി കാണുന്നുണ്ട്. എന്താണെന്ന് അടുത്തു പോയി നോക്കിയപ്പോൾ ആ പെൺകുട്ടി അബോധാവസ്ഥയിലാണെന്ന് മനസ്സിലാവുന്നു. അത് മാത്രമല്ല, ആ കുട്ടിയുടെ ശരീരം മുഴുവൻ മുറിവുകളാണ്. ഇത് കണ്ട ഉടനെ അദ്ദേഹം പോലീസിനെ വിളിക്കാതെ അദ്ദേഹത്തിന് പരിചയമുള്ള ഒരു ഡോക്ടറെ വിളിക്കുന്നു. അവിടെ കട്ട് ചെയ്യുമ്പോൾ പോലീസ് സ്റ്റേഷൻ കാണിക്കുകയാണ്. ഭരണി എന്നൊരു വ്യക്തി SIയെ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ, റീസെന്റ് ആയ ഒരു പെൺകുട്ടി മരിച്ച ബോഡി കിട്ടിയില്ലേ, ആ പെൺകുട്ടിയുടെ പേര് നിഷ എന്നാണ്. ആ കുട്ടിയെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ എന്ന് ചോദിക്കുന്നു. നിങ്ങൾ ആ കുട്ടിയുടെ ആരാണ്, എന്തിനാണ് ഈ വിവരം ചോദിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ, ആ കുട്ടിക്ക് ഞാൻ അച്ഛനെ പോലെയാണ് സാർ. എൻ്റെ വീട്ടിലാണ് താമസിച്ചിരുന്നത്. എനിക്ക് ഇഷ്ടമുള്ളതെല്ലാം ഉണ്ടാക്കി തരും. വൈകുന്നേരം നടക്കാൻ കൊണ്ടുപോകും. എനിക്ക് മകളെ പോലെയാണ് സാർ. മനസ്സ് കേൾക്കുന്നില്ല, അതുകൊണ്ടാണ് എന്തെങ്കിലും വിവരം ഉണ്ടോ എന്ന് അറിയാൻ വന്നത് എന്ന് പറയുമ്പോൾ SI പറയുന്നുണ്ട്, സിറ്റിയിൽ ഇതുപോലെ ചില സംഭവങ്ങൾ തുടർന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ ഈ കേസ് അന്വേഷിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഒരു വിവരവുമില്ല. ഇനി എന്തെങ്കിലും വിവരം കിട്ടിയാൽ തന്നെ അതെല്ലാം കോൺഫിഡൻഷ്യലായി വയ്ക്കും, ഷെയർ ചെയ്യില്ല. അയാൾ വിഷമിക്കുന്നത് കണ്ടിട്ട് SI ശരി, നിങ്ങളുടെ നമ്പർ കൊടുത്തിട്ട് പൊക്കോളൂ, എന്തെങ്കിലും വിവരം ഉണ്ടെങ്കിൽ പറയാമെന്ന് പറഞ്ഞ് തിരിച്ചയക്കുകയാണ്. അവിടെ കട്ട് ചെയ്യുമ്പോൾ നമ്മുടെ കൃതിയെ കാണിക്കുന്നു. റിവർ സൈഡിൽ കിടന്ന ആ പെൺകുട്ടിയെ അദ്ദേഹത്തിന്റെ സുഹൃത്തിന്റെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. ഡോക്ടർ ചികിത്സയൊക്കെ കൊടുത്തിട്ട് കൃതിയോട് പോലീസിൽ റിപ്പോർട്ട് ചെയ്തോ എന്ന് ചോദിക്കുമ്പോൾ, ഇല്ല, ചെയ്യാൻ പോവാണ് എന്ന് പറഞ്ഞ് ഫോൺ എടുക്കുന്നു. പെട്ടെന്ന് ഡോക്ടർ തടയുന്നുണ്ട്. ഞാൻ പറയുന്ന കാര്യം കേട്ടിട്ട് നീ വിവരം പറയണോ വേണ്ടോ എന്ന് തീരുമാനിക്കുക. ആ കുട്ടിയെ പലതവണ റേപ്പ് ചെയ്തിട്ടുണ്ട്, വളരെ ക്രൂരമായി ഉപദ്രവിച്ചിട്ടുണ്ട്. ശരീരത്തിൽ നിറയെ മുറിവുകളാണ്. പക്ഷേ ഇപ്പോൾ ജീവൻ ആപത്തൊന്നുമില്ല. ട്രീറ്റ്മെന്റ് കൊടുത്ത് അവളെ രക്ഷിച്ചു. പക്ഷേ അവൾ ഇപ്പോഴും അബോധാവസ്ഥയിലാണ്. ബോധം തിരിച്ചു കിട്ടാൻ സമയമെടുക്കും. അവൾ അബോധാവസ്ഥയിലായിരിക്കുമ്പോൾ ഈ കാര്യം പോലീസിൽ പറഞ്ഞ് എല്ലാവരും അറിഞ്ഞ് പ്രശ്നമായാൽ എന്ത് ചെയ്യും? അതുകൊണ്ട് അവൾക്ക് ബോധം വന്നതിന് ശേഷം എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചറിഞ്ഞ് നിന്റെ ഫോർമാലിറ്റീസ് ഒക്കെ ചെയ്യാമെങ്കിൽ ചെയ്തോ എന്ന് ഡോക്ടർ പറയാണ്. ശേഷം കൃതി ശരി, അവൾ റിക്കവർ ആയ ശേഷം അറിയിക്കാം എന്ന് പറഞ്ഞ് ആ ബാഗും എടുത്ത് അവിടെ നിന്ന് പോവാണ്. അവിടെ കട്ട് ചെയ്താൽ കുറച്ചു മുമ്പ് ഭരണി എന്നയാൾ നിഷ എന്ന പെൺകുട്ടിയെക്കുറിച്ച് അന്വേഷിക്കാൻ സ്റ്റേഷനിൽ വന്നിരുന്നില്ലേ, അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം പോകുന്നു. എത്ര നാളായി നിഷ ഇവിടെ താമസിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ ഒരു 9 മാസമായി എന്ന് പറയുന്നു. ശരി, എന്നാൽ നിങ്ങളുടെ സമ്മതത്തോടെ വീട് മുഴുവൻ ഒന്ന് പരിശോധിച്ചോട്ടെ എന്ന് പരിശോധിച്ചിട്ട് അവരിറങ്ങാണ്. സീൻ കട്ട് ചെയ്താൽ സിനിമയുടെ തുടക്കത്തിൽ നടന്റെ കാർ തട്ടി മരിച്ചില്ലേ, അവന്റെ പേര് അൽത്താഫ് എന്നാണെന്ന് അറിയാൻ കഴിയുന്നു. അവന്റെ ആധാർ കാർഡിലെ അഡ്രസ്സിൽ പോയി അന്വേഷിച്ചപ്പോൾ അങ്ങനെ ഒരാൾ അവിടെ ഇല്ല എന്നാണ് അറിയുന്നത്. അതുമാത്രമല്ല, അവിടെ ഹിന്ദുക്കൾ മാത്രം താമസിക്കുന്ന സ്ഥലമാണ്. അതുകൊണ്ട് അൽത്താഫ് എന്നൊരാൾ അവിടെ താമസിക്കാൻ സാധ്യതയില്ല എന്ന് പറയുന്നു. അയൽപക്കത്ത് അന്വേഷിച്ചപ്പോഴും അവനെക്കുറിച്ച് ഒരു വിവരവും കിട്ടുന്നില്ല. മറുവശത്ത് സ്പെഷ്യൽ ഓഫീസർ അന്വേഷിക്കുമ്പോൾ മരിച്ച നിഷയെ ഒരു ഓട്ടോ ഡ്രൈവർ യൂണിവേഴ്സിറ്റിയിൽ കൊണ്ടുവിടുകയും കൂട്ടിക്കൊണ്ടുവരികയും ചെയ്തിരുന്നതായി അറിയുന്നു. ആ ഡ്രൈവറെ ചോദ്യം ചെയ്യുമ്പോൾ, ഞാനാണ് പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് ചെയ്തിരുന്നത്, പക്ഷേ മരിക്കുന്നതിന് 2 ദിവസം മുമ്പ് കണ്ടതാണ്, പിന്നെ കണ്ടിട്ടില്ല എന്ന് പറയുന്നു. ഈ കേസ് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആവുന്നു. ഇതിനിടയിൽ ACP അർജുൻ അന്വേഷിക്കുന്ന നടന്റെ ആക്സിഡന്റ് കേസിൽ മരിച്ചയാളുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുന്നുണ്ട്. അതിൽ അവൻ ആക്സിഡന്റിലല്ല മരിച്ചതെന്ന് തെളിയുന്നു. ഉടനെ അർജുൻ തന്റെ ഗേൾഫ്രണ്ടിനെ വിളിച്ച് ഇതിനെക്കുറിച്ച് ചോദിക്കുന്നുണ്ട്. ഇത് തീർച്ചയായിട്ടും ആക്സിഡന്റ് അല്ല, കാരണം മരിച്ചവൻ 11:30 തന്നെ മരിച്ചു. ആക്സിഡന്റ് നടന്നത് 12:30. മാത്രമല്ല, നടന്റെ കാറ് കയറിയത് അവന്റെ കാലിലാണ്. അവൻ ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ കാലൊടിയുകയുള്ളൂ, മരിക്കാൻ സാധ്യതയില്ല. എന്നാൽ റിപ്പോർട്ടിൽ അവന്റെ ഇന്റേണൽ ഓർഗൻസ് എല്ലാം ഡാമേജ് ആയിട്ടാണ് മരിച്ചത് എന്ന് കാണിക്കുന്നു. അതായത് 11:30 അവൻ മറ്റെന്തോ സംഭവിച്ച് മരിച്ചതാണ്. മരിച്ച് റോഡിൽ കിടക്കുമ്പോഴാണ് നടന്റെ കാറ് കയറിയത്. ഇപ്പോൾ ACP അർജുൻ ആ നടന്റെ പേരിൽ ഡ്രങ്ക് ആൻഡ് ഡ്രൈവ് കേസായിട്ട് ഡീൽ ചെയ്യാമെന്ന് തീരുമാനിക്കുന്നു. പക്ഷെ മരിച്ചവൻ ആരാണെന്ന് അറിയുന്നില്ല. ആധാർ വെച്ച് നോക്കിയിട്ടും വിവരമില്ല. പോസ്റ്റ്മോർട്ടത്തിൽ ആക്സിഡന്റ് അല്ലെന്നും പറയുന്നു. ഇതെന്താണെന്ന് ആലോചിച്ചിരിക്കുമ്പോൾ സ്റ്റേഷനിലെ കോൺസ്റ്റബിൾ പറയുന്നുണ്ട്, ഇതുപോലെ വേറെ സ്റ്റേഷനിലും 2 കേസ് രജിസ്റ്റർ ആയിട്ടുണ്ടെന്ന്. അർജുൻ ഞെട്ടുകയാണ്. അവിടെ കട്ട് ചെയ്യുമ്പോൾ നിഷയെ കൊണ്ടുപോയിരുന്ന ഓട്ടോ ഡ്രൈവർ സ്പെഷ്യൽ ഓഫീസറെ വിളിച്ചിട്ട് നിഷയെ അന്ന് ഒരാൾ കാറിൽ കയറ്റി കൊണ്ടുപോയി, അവൻ ഇവിടെ തന്നെയുണ്ട്, അവനെ ചോദ്യം ചെയ്താൽ വിവരം കിട്ടുമെന്ന് പറയുന്നു. സ്പെഷ്യൽ ടീം ഉടനെ തന്നെ അവിടുന്ന് തിരിക്കുന്നു. അതിനുള്ളിൽ ആ ഓട്ടോ ഡ്രൈവറുടെ മുന്നിൽ മഹേന്ദ്രൻ വന്ന് നിൽക്കുകയാണ്. ശേഷം ഓട്ടോ ഡ്രൈവറെ കാണാതാവുന്നു. സ്പെഷ്യൽ ഓഫീസർ അവിടെ എത്തുമ്പോഴാണ് അവർ തെറ്റിദ്ധരിക്കപ്പെട്ട വിവരം അറിയുന്നത്. ഇപ്പം നമ്മുടെ കൃതി ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിൽ പോവാണ്. വീട്ടിലെത്തിയ ഉടനെ ഭാര്യ വഴക്ക് പറയുന്നു. കറക്റ്റ് സമയത്ത് വീട്ടിൽ വരണമെന്ന് അറിയില്ലേ? സുഖമില്ലാത്ത ഒരാൾ വീട്ടിലുണ്ടെന്ന് വല്ല ബോധമുണ്ടോ? ആഹാരം കഴിച്ചോ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം വയറ് പിടിക്കുകയാണ്. എവിടെ പോയിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ഹോസ്പിറ്റലിൽ പോയി എന്ന് പറയുന്നു. ഹോസ്പിറ്റലിലോ? എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ അതൊരു വലിയ കഥയാണ്, പിന്നെ പറയാം എന്ന് പറയുന്നു. നമ്മുടെ മോൻ പഠിക്കുകയല്ലേ, ഫെസ്റ്റിവലാണ് വരുന്നത്, അവന് പുതിയ ഉടുപ്പൊക്കെ എടുക്കണം, അവനെക്കുറിച്ച് വലിയ ചിന്തയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ കൃതി പറയുന്നുണ്ട്, അവൻ ആൺകുട്ടിയാണ്, അവൻ വളർന്നോളും. പക്ഷേ പെൺകുട്ടികൾ ഈ സമൂഹത്തിൽ വളരുന്നതാണ് കഷ്ടം. പാവം ആ കുട്ടി ആരാണെന്നറിയില്ല, കഷ്ടപ്പെടുകയാണ്, ഹോസ്പിറ്റലാണെന്ന് കൃതി പറയാണ്. കൃതിയുടെ ഭാര്യയ്ക്ക് ഇയാൾ പറയുന്നത് ഒന്നും മനസ്സിലാവുന്നില്ല. അവിടെ കട്ട് ചെയ്യുമ്പോൾ ഒരു കോസ്മെറ്റിക് കമ്പനിയുടെ ഓണറെയാണ് കാണിക്കുന്നത്. അവരുടെ ബ്രാൻഡിന്റെ പുതിയ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്. അതിന് ആഡ് ഷൂട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് മഹേന്ദ്രനെ വിളിക്കുന്നു. ഇപ്പോൾ പോലും മഹേന്ദ്രൻ വേറൊരു പെൺകുട്ടിയുമായി റിലേഷൻഷിപ്പിലാണ്.
ഇഞ്ചക്ഷൻ കൊടുത്ത് അവളെയും കൊല്ലുന്നുണ്ട്. ഈ കോസ്മെറ്റിക് കമ്പനി ഓണറുമായും അയാൾ ഫ്ലേർട്ട് ചെയ്യുന്നുണ്ട്. മഹേന്ദ്രൻ ഒരു ആഡ് ഷൂട്ടൊക്കെ ചെയ്യുന്ന ഡയറക്ടറായിട്ടാണ് നടക്കുന്നത്. അവിടെ അഭിനയിക്കാൻ വരുന്ന പെൺകുട്ടികളാണ് ഇയാളുടെ ടാർഗറ്റ്. ACP അർജുൻ ഒരു പോലീസ് ഓഫീസറെ വരുത്തിയിട്ടുണ്ട്. അയാൾ അർജുനോട്, എന്താ അർജുൻ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് സ്റ്റേഷനിൽ തന്നെ ഇരുന്ന ക്രിമിനൽസിന്റെ പിന്നാലെ പോകുന്നത്? ശുഭയ്ക്കൊപ്പം പോയി സമയം ചെലവഴിച്ചൂടെ എന്ന് ചോദിക്കുന്നു. ഇതേ കാര്യമാണ് അവളും പറയുന്നത്, പക്ഷേ അവൾ എന്നെ മനസ്സിലാക്കും എന്ന് അർജുൻ പറയുന്നു. ആ ഓഫീസർ, അതെ അവൾ ഡോക്ടറാണല്ലോ, മനസ്സിലാകും എന്ന് പറയുന്നു. എന്തിനാണ് എന്നെ വിളിപ്പിച്ചതെന്ന് ചോദിക്കുമ്പോൾ അർജുൻ പറയുന്നുണ്ട്, ആ നടന്റെ ആക്സിഡന്റ് കേസിൽ മരിച്ചവൻ ആക്സിഡന്റിലല്ല മരിച്ചതെന്ന് റിപ്പോർട്ട് പറയുന്നു. അവന്റെ ആധാർ വെച്ച് നോക്കിയപ്പോൾ അങ്ങനെ ഒരാളില്ല. ബോഡി ക്ലെയിം ചെയ്യാനും ആരും വരുന്നില്ല. ഇതേപോലെ ഒരു കേസ് നിങ്ങളുടെ സ്റ്റേഷനിലുണ്ടെന്ന് കേട്ടു എന്ന് പറയുമ്പോൾ, അതെ എന്റെ സ്റ്റേഷനിലും 2 കേസുണ്ട് എന്ന് അയാൾ പറയുന്നു. എന്റെ അന്വേഷണത്തിന് ആ ഫയലുകൾ വേണമെന്ന് അർജുൻ പറയുന്നുണ്ട്. അയാൾ കൊടുക്കാമെന്നും സമ്മതിക്കുന്നു. അർജുൻ വേറെ സ്റ്റേഷനുകളിലേക്കും വിളിച്ച് അൺക്ലെയിംഡ് ഡെഡ് ബോഡീസ്, അതായത് ആരും ഏറ്റെടുക്കാനില്ലാത്ത മൃതദേഹങ്ങളുള്ള കേസുകളുണ്ടോ എന്ന് ചോദിച്ച് ആ ഫയലുകളൊക്കെ വാങ്ങി പഠിക്കാൻ തുടങ്ങുന്നു. അവിടെ കട്ട് ചെയ്യുമ്പോൾ കൃതി രാത്രി ഭക്ഷണം കഴിക്കാൻ ഇരിക്കുകയാണ്. അപ്പോൾ ഭാര്യ പറയുന്നു, മോന് സ്കൂൾ ബാഗ് വേണം, ബുക്ക് വേണം എന്നൊക്കെ പറഞ്ഞ് ലിസ്റ്റ് അയച്ചിട്ടുണ്ട്. ഉടനെ കൃതിക്ക് ഓർമ്മ വരുന്നുണ്ട്, ആ പെൺകുട്ടി കിടന്നിടത്ത് നിന്ന് ഒരു ബാഗ് കിട്ടിയിരുന്നല്ലോ എന്ന്. ആ ബാഗിലെ പുസ്തകങ്ങൾ എടുത്ത് നോക്കുകയാണ്. അപ്പോഴാണ് ആ കുട്ടിയുടെ പേര് സരിത എന്നാണെന്ന് മനസ്സിലാക്കുന്നത്. പുസ്തകം മറിച്ച് നോക്കുമ്പോൾ അതിൽ ജിസ്മത്ത് എന്ന് എഴുതി വച്ചിരിക്കുന്നു. ജിസ്മത്ത് എന്നാൽ എന്താണ്? ഒരാളുടെ പേരാണോ അതോ വേറെ വല്ല അർത്ഥമുണ്ടോ എന്ന് ആലോചിക്കുന്നു. കൂടാതെ കുറെ ഡ്രോയിങ്സും പ്രിന്റ് ഔട്ടുകളൊക്കെ ഉണ്ട്. അതൊന്നും എന്താണെന്ന് അദ്ദേഹത്തിന് മനസ്സിലാകുന്നേയില്ല. അത് നോക്കി അദ്ദേഹം ഉറങ്ങിപ്പോവാണ്. പിറ്റേന്ന് രാവിലെ ഭാര്യ വീട് വൃത്തിയാക്കുമ്പോൾ അതെല്ലാം വേസ്റ്റ് ബിന്നിൽ കളയുന്നു. കൃതി എഴുന്നേറ്റ് വരുമ്പോൾ അത് കണ്ട് എന്തിനാ കളഞ്ഞത്, അത് പ്രധാനപ്പെട്ടതാണ് എന്ന് പറഞ്ഞ് അതെല്ലാം തിരിച്ചെടുക്കുകയാണ്. അർജുന്റെ അന്വേഷണത്തിൽ ആരും ഏറ്റെടുക്കാനില്ലാത്ത ബോഡികളെല്ലാം കൺസ്ട്രക്ഷൻ സൈറ്റിൽ ജോലി ചെയ്തിരുന്നവരുടേതാണെന്ന് തെളിയുന്നു. ആ കമ്പനി ഓണറെ കാണാനാണ് പോകുന്നത്. ഇതൊക്കെ സാധാരണയാണ്, ബന്ധുക്കളെ ഏൽപ്പിക്കും, സെറ്റിൽമെന്റ് ചെയ്യും എന്നയാൾ പറയുന്നു. ആരും ഏറ്റെടുക്കാൻ വരാത്ത ബോഡികളോ എന്ന് ചോദിക്കുമ്പോൾ, അതൊന്നും എനിക്കറിയില്ല, കോൺട്രാക്ടറുടെ നമ്പർ തരാം, അയാളോട് ചോദിക്കുക എന്ന് ഓണർ പറയുന്നു. അതായത് കെട്ടിടം പണി മുഴുവൻ കോൺട്രാക്ടറെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ലേബർ ഉൾപ്പെടെ അവർക്ക് കൈകാര്യം ചെയ്യാൻ പറ്റാത്ത പ്രശ്നം വന്നാൽ മാത്രമേ ഓണർമാർ ഇടപെടൂ. അവിടെ കട്ട് ചെയ്യുമ്പോൾ ലോഡ് വണ്ടി ഓടിക്കുന്ന ഒരു ഓട്ടോ ഡ്രൈവറെയാണ് കാണിക്കുന്നത്. അയാൾക്ക് ഫോൺ വരുന്നുണ്ട്. എവിടെയാണ് സാധനം, ഇതുവരെ വന്നില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ, ഇതാ ഞാൻ ഇപ്പോൾ വരുന്നു എന്നയാൾ മറുപടി പറയുന്നു. കറക്റ്റ് ചെക്ക് പോസ്റ്റിനടുത്ത് ആ വണ്ടി വരികയാണ്. അവിടെയാണ് കൃതി ജോലി ചെയ്യുന്നത്. വണ്ടി നിർത്തി പരിശോധിക്കുമ്പോൾ ഡ്രൈവർ ഇറങ്ങി വരുന്നുണ്ട്. അപ്പോഴാണ് അത് കൃതിക്ക് അറിയാവുന്ന ആളാണെന്ന് മനസ്സിലാവുന്നത്. ഡ്രൈവറുടെ പേര് സുനിൽ. ഞാനൊരു കാറ്ററിംഗ് കമ്പനിയിൽ ചേർന്നു സാർ, സാധനങ്ങൾ കൊണ്ടുപോകുന്ന ജോലിയാണ് എന്ന് സുനിൽ പറയുന്നു. എന്താണ് വണ്ടിയിലെന്ന് ചോദിക്കുമ്പോൾ, കാറ്ററിംഗ് സാധനങ്ങളും ഫ്രൂട്ട്സും ആണ് സാർ. 1 മിനിറ്റ് സാർ എന്ന് പറഞ്ഞ ഒരു ട്രേ നിറയെ ഫ്രൂട്ട്സ് എടുത്ത് കൃതിക്ക് സമ്മാനമായി നൽകുന്നു. കൃതിയുടെ കൂടെയുള്ള ഇമ്രാൻ എന്ന പോലീസ് ഓഫീസർ സാറിന് കിസ്മത്ത് വന്നു എന്ന് പറയുന്നുണ്ട്. കിസ്മത്ത് എന്നാൽ ഭാഗ്യം. ഉടനെ കൃതി ചോദിക്കുന്നുണ്ട്, ജിസ്മത്ത് എന്നാൽ എന്താണ് അർത്ഥം എന്ന്. ജിസ്മത്ത് എന്നൊരു വാക്കേ ഇല്ല എന്ന് അദ്ദേഹം പറയുന്നു. ഇപ്പോൾ കൃതി നേരെ ഹോസ്പിറ്റലിൽ പോവുകയാണ്. പെൺകുട്ടി കുറച്ച് റിക്കവർ ആകുന്നുണ്ടെന്ന് ഡോക്ടർ പറയുന്നുണ്ട്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, ഇപ്പോൾ ഫീവർ കേസുകൾ കൂടി വരികയാണ്, അഡ്മിഷൻ കൂടുകയാണ്. ഈ സാഹചര്യത്തിൽ ഈ പെൺകുട്ടി ഇവിടെ നിൽക്കുന്നത് സേഫ് അല്ല. അതുകൊണ്ട് അവളെ വീട്ടിൽ കൊണ്ടുപോയി നീ ചികിത്സിക്ക്, ഞാൻ നിന്നെ സഹായിക്കാം എന്ന് ഡോക്ടറും പറയുന്നു. എന്റെ വീട്ടിലോ എന്ന് കൃതി ആലോചിക്കുകയാണ്. കൃതി ഹോസ്പിറ്റലിൽ പോയ സമയം ആ 2 പോലീസുകാരും ഫ്രൂട്ട് ട്രേ കൃതിയുടെ വീട്ടിൽ ഏൽപ്പിച്ചിരുന്നു. പെൺകുട്ടിയെ വീട്ടിൽ നോക്കുന്നതിൽ കൃതിക്ക് പ്രശ്നമില്ല. പക്ഷേ ഭാര്യ എങ്ങനെ പ്രതികരിക്കും എന്ന് അദ്ദേഹത്തിന് പേടിയുണ്ട്. കൃതി ഭാര്യയെ വിളിച്ച കാര്യം പറയുമ്പോൾ, ഒരു പ്രശ്നവുമില്ല, കുട്ടി എങ്ങോട്ടേക്ക് കൊണ്ടുവന്നോളൂ, നമുക്ക് നോക്കാമെന്ന് ഭാര്യ പറയുന്നു. അവിടെ കട്ട് ചെയ്യുമ്പോൾ മഹേന്ദ്രനെയാണ് കാണിക്കുന്നത്. ലാപ്ടോപ്പിൽ ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ വെച്ച് ഈ പെൺകുട്ടി എനിക്ക് വേണം എന്ന് പറയുന്നു. നീ ഇത് ഏത് ഫോൾഡറിൽ നിന്നാണ് എടുത്തതെന്ന് ചോദിക്കുമ്പോൾ, ഇത് ഔട്ട്ഡേറ്റഡ് ആയ മോഡലുകളാണ്, എന്തിനാണ് എന്ന് ചോദിക്കുന്നു. ഞാൻ മാനേജ് ചെയ്തോളാം, എനിക്ക് അവളെ വേണം എന്ന് മഹേന്ദ്രൻ പറയുന്നു. സീൻ അവിടെ കട്ട് ചെയ്യുമ്പോൾ ഒരു മന്ത്രവാദിയെ കാണിക്കുന്നു. അയാൾ ഒരു മുറിയിലിരുന്ന് മന്ത്രം ജപിക്കുകയാണ്. അവിടേക്ക് ഒരാൾ കാണാൻ വരുന്നു. കോൺട്രാക്ടർ അന്വേഷിച്ച് അദ്ദേഹം ആ ഏരിയയിൽ വന്നിട്ടുണ്ടായിരുന്നു. അവിടെ ഒരു വീട്ടിൽ നിന്ന് പുക വരുന്നത് കണ്ട് അസിസ്റ്റന്റിനെ പറഞ്ഞു വിടുന്നു. ആ മന്ത്രവാദി വന്നയാളോട്, നിന്റെ കാര്യങ്ങൾ നടക്കണമെങ്കിൽ നരബലി കൊടുക്കണം എന്ന് പറയുന്നു. അയാൾ പേടിക്കുന്നുണ്ട്. അതെ, ഞാൻ പറയുന്നത് ചെയ്യ് എന്ന് മന്ത്രവാദി തിരിച്ചും പറയുന്നു. അവിടെ കട്ട് ചെയ്താൽ മഹേന്ദ്രൻ പതിവ് പോലെ ഒരു പെൺകുട്ടിയെ ടാർഗറ്റ് ചെയ്യുന്നു. വലയിൽ വീഴ്ത്തുന്നു. ഇഞ്ചക്ഷൻ കൊടുത്ത് കൊന്ന് എവിടെയെങ്കിലും ഉപേക്ഷിക്കുന്നു. ഇപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർക്ക് വിവരം കിട്ടുന്നുണ്ട്, ഒരിടത്ത് ബോഡി ഉണ്ടെന്ന്. അവിടെ അവരെത്തുകയാണ്. മീഡിയാസ് ചോദ്യം ചെയ്യുന്നുണ്ടെങ്കിലും ഓഫീസർക്ക് ഒരു മറുപടിയും ഇല്ല. പിന്നീട് മഹേന്ദ്രൻ ജെനി എന്നൊരു പെൺകുട്ടിയെ ടാർഗറ്റ് ചെയ്യുന്നു. ആദ്യം അവൾ മടിച്ചു നിൽക്കുകയാണ്. പിന്നീട് അയാൾ ഡയറക്ടറാണെന്ന് അറിഞ്ഞ് സംസാരിക്കുകയാണ്. അന്ന് രാത്രി ഫ്രീ ആണോ എന്ന് ചോദിക്കുമ്പോൾ അവൾ ആലോചിക്കുന്നുണ്ട്. പിന്നീട് നോക്കാമെന്ന് പറഞ്ഞ് പോവാണ്. ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ അവസാനം മരിച്ച പെൺകുട്ടിയുടെ ഐഡന്റിറ്റി കണ്ടുപിടിച്ച് അന്വേഷണം നടത്തുന്നു. അവിടെ കട്ട് ചെയ്യുമ്പോൾ കൃതിയാണ് കാണിക്കുന്നത്. ഭാര്യ എന്തോ ആവശ്യത്തിന് പുറത്തു പോകുന്നുണ്ട്. പോകുമ്പോൾ ഇന്നലെ ഒരു ട്രേ നിറയെ ഫ്രൂട്ട്സ് കൊണ്ടുവന്നിട്ടുണ്ട്, അതെടുത്ത് നോക്ക് എന്ന് ഓർമ്മിപ്പിക്കുന്നു. കൃതി അത് തുറന്നു നോക്കുമ്പോൾ എല്ലാം മാങ്ങകളാണ്. ആ ട്രേക്കുള്ളിൽ ചില മെറ്റൽ ഭാഗങ്ങൾ ഇരിക്കുന്നത് അദ്ദേഹം കാണുന്നു. ഫ്രൂട്ട്സിനുള്ളിൽ എന്തോ ഒളിപ്പിച്ച് കടത്തുകയാണെന്ന് മനസ്സിലാവുന്നു. അദ്ദേഹം അത് നിരത്തി വെക്കുന്നുണ്ട്. മറ്റൊരു വശത്ത് ഓട്ടോ ഡ്രൈവർ സുനിൽ സാധനം കൊണ്ടുപോയപ്പോൾ അതിൽ മെറ്റൽ മിസ്സായെന്ന് ഓണർ കണ്ടുപിടിക്കുന്നുണ്ട്. നീ അത് എവിടെ വെച്ചോ അവിടെ നിന്ന് എടുത്തുകൊണ്ട് വാ എന്ന് പറയുന്നുണ്ട്. സുനിൽ കൃതിയെ അന്വേഷിച്ച് വരുന്നുണ്ട്. അദ്ദേഹം ഇല്ലെന്നറിഞ്ഞ നമ്പർ വാങ്ങി പോകുന്നു. ആ ഫ്രൂട്ട് ബോക്സിൽ ഒരു മാനുവൽ ഉണ്ടായിരുന്നു. അത് നോക്കിയപ്പോൾ ആ മെറ്റൽ ഭാഗങ്ങൾ യോജിപ്പിച്ചാൽ
അതൊരു തോക്കാണെന്ന് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഡ്രൈവറുടെ കോളാണ് വരുന്നത്. ആ ഫ്രൂട്ട് ബോക്സ് എനിക്ക് തിരിച്ചു വേണം സാർ, ഓണർ വഴക്ക് പറഞ്ഞു എന്ന് പറയുന്നു. ശരി, വീട്ടിൽ വാ, തരാമെന്ന് കൃതി പറയുന്നുണ്ട്. കൃതി ആ ഭാഗങ്ങൾ തിരിച്ച് പാക്ക് ചെയ്ത് ബോക്സ് പുറത്തു വെക്കുന്നു. അവിടെ ഒരു ഒളി ക്യാമറ വെച്ചിട്ട് അദ്ദേഹം മാറി നിൽക്കുകയാണ്. സുനിലും കൂട്ടാളികളും അത് വന്ന് എടുത്തുകൊണ്ട് പോകുന്നത് വീഡിയോ എടുക്കുന്നു. ഭാര്യയോട് വീട്ടിലേക്ക് വരരുതെന്നും പറയുന്നു. സുനിലിനെ നിരീക്ഷിക്കാൻ തീരുമാനിക്കുകയാണ്. കൃതി ജോലിക്ക് പോകുമ്പോൾ ആ വഴി സുനിൽ വരുന്നു. ഇന്നലെ നടന്ന സംഭവത്തിന് സുനിൽ മാപ്പ് പറയുന്നു. സാരമില്ല, വീട്ടിലൊരു പൂജയുണ്ട്, നീ വരണമെന്ന് കൃതി ക്ഷണിക്കുന്നുണ്ട്. സുനിൽ വരാമെന്ന് ഏൽക്കുന്നുണ്ട്. ACP അർജുൻ അന്വേഷിക്കുന്ന കേസിൽ ആധാറിലെ അഡ്രസ്സിൽ ആളില്ല എന്ന് കണ്ടുപിടിച്ചിരുന്നില്ലേ, ആ അഡ്രസ്സ് മാറ്റിയത് ആരാണെന്ന് അന്വേഷിച്ച് ഒരു ജെറോക്സ് കടയിൽ എത്തുകയാണ്. അവിടെ അച്ഛൻ നായിഡു എന്ന കോൺട്രാക്ടർ പറഞ്ഞിട്ടാണ് ചെയ്തതെന്ന് കടക്കാരൻ പറയുന്നുണ്ട്. കടയിൽ നിറയെ ആധാർ കോപ്പികളുണ്ട്. ഫേക്ക് സിം കാർഡുകൾ എടുക്കാനും മറ്റും ഇത് ഉപയോഗിക്കുന്നുണ്ട്. പോലീസുകാർ കോൺട്രാക്ടറെ അന്വേഷിക്കുന്നു. കൃതിയുടെ വീട്ടിലെ പൂജയ്ക്ക് സുനിൽ കുടുംബസമേതം വരികയാണ്. സുനിലിനെ തനിച്ചൊരു മുറിയിൽ കൊണ്ടുപോയി ആ വീഡിയോ കാണിച്ച കൃതി ചോദ്യം ചെയ്യുന്നു. എന്താടാ ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞ് കടത്തുന്നത്, ഇത് എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ച് മർദ്ദിക്കുകയാണ്. ഇതിനുള്ളിൽ ഇങ്ങനെ ഒരു സാധനം ഉണ്ടെന്ന് സാറ് പറഞ്ഞിട്ടാണ് അറിയുന്നത്. ഞാൻ വെറും ഡ്രൈവറാണ്, സത്യമായിട്ട് എനിക്ക് അറിയില്ല എന്ന് സുനിൽ കരഞ്ഞു പറയാണ്. അവന് സത്യത്തിൽ അറിയില്ല എന്ന് മനസ്സിലാക്കി കൃതി അവനെ ഭക്ഷണം കഴിക്കാൻ വിളിക്കുകയാണ്. അപ്പോൾ സുനിൽ അവിടെ കിടക്കുന്ന അബോധാവസ്ഥയിലുള്ള പെൺകുട്ടിയെ കാണുന്നു. ഇതാ ദാബയിൽ ജോലി ചെയ്തിരുന്ന പെൺകുട്ടിയല്ലേ എന്ന് ചോദിക്കുന്നു. ഹൈവേയിലുള്ള ദാബയിൽ ജോലി ചെയ്തിരുന്ന കുട്ടിയാണ്, പെട്ടെന്ന് കാണാതായി. ആരുടെയെങ്കിലും കൂടെ ഒളിച്ചോടി പോയെന്നാണ് കരുതിയത്. ഇപ്പോഴാണ് ഇവിടെ ഉണ്ടെന്ന് അറിയുന്നത് എന്ന് സുനിൽ പറയാണ്. ആ ദാബയിൽ ഇല്ലീഗലായി എന്തോ നടക്കുന്നുണ്ട് സാർ. ശരി, ഇതൊന്നും പുറത്തു കാണിക്കാതെ നീ ജോലിക്ക് പോ, ഞാൻ പറയുന്നത് മാത്രം ചെയ്താൽ മതി എന്ന് കൃതി പറയുന്നു. ഈ കേസിൽ ഹോം മിനിസ്റ്റർ ഇടപെട്ട് ACP അർജുനെ സസ്പെൻഡ് ചെയ്യുന്നു. നടൻ അത് ആഘോഷിക്കുകയാണ്. കൃതി എന്തുകൊണ്ട് സസ്പെൻഡ് ചെയ്യപ്പെട്ടു എന്ന ഫ്ലാഷ് ബാക്ക് ആണ് ഇപ്പോൾ കാണിക്കുന്നത്. പണ്ട് പാണ്ഡു എന്നൊരാൾ സെബാസ്റ്റ്യൻ എന്ന പോലീസുകാരനോട് എന്റെ മകളെ ഒരുത്തം കൊണ്ടുപോയി, അവനെ കണ്ടെത്തണം, എത്ര പണം വേണമെങ്കിലും തരാം എന്ന് പറയുന്നുണ്ട്. സെബാസ്റ്റ്യൻ കൃതിയോട് അവനെ അറസ്റ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. ആ വ്യക്തി ഇപ്പോൾ ഓട്ടോ ഓടിക്കുന്ന സുനിലായിരുന്നു. കൃതി സുനിലിനെ അറസ്റ്റ് ചെയ്യുന്നുണ്ട്. സ്റ്റേഷനിൽ വെച്ച് സെബാസ്റ്റ്യൻ സുനിലിനെ കള്ളക്കേസിൽ കൊടുക്കാൻ നോക്കുന്നു. കൃതി അതിനെ എതിർക്കുന്നുണ്ട്. സുനിലിനെ ലോക്കപ്പിൽ വെച്ച് മർദ്ദിക്കുന്നുണ്ട്. ആ സമയം സുനിലിന്റെ ഭാര്യയ്ക്ക് പ്രസവവേദന വരുന്നു. സുനിൽ കൂടെ ഉണ്ടാകണമെന്ന് ഭാര്യ ആഗ്രഹിക്കുന്നു. മേലുദ്യോഗസ്ഥൻ സമ്മതിക്കാത്തതിനാൽ കൃതി സ്വന്തം റിസ്കിൽ സുനിലിനെ പുറത്തിറക്കി ആശുപത്രിയിൽ കൊണ്ടുപോകുന്നു. അവർക്ക് കുഞ്ഞ് ജനിച്ച ശേഷം തിരിച്ച് സ്റ്റേഷനിൽ കൊണ്ടുവരുന്നു. മേലുദ്യോഗസ്ഥന്റെ അനുവാദമില്ലാതെ കൊണ്ടുപോയതിന് സെബാസ്റ്റ്യൻ കൃതിയെ സസ്പെൻഡ് ചെയ്യിക്കുന്നു. അങ്ങനെയാണ് കൃതിക്ക് സസ്പെൻഷൻ കിട്ടിയത്. ഇപ്പോൾ അർജുന്റെ ടീം കൺസ്ട്രക്ഷൻ സൈറ്റിലെ പണിക്കാരെ അന്വേഷിച്ച് കണ്ടെത്തുകയാണ്. ഗോപി എന്ന ഏജന്റ് വഴി 12 പേരെ ചോദിക്കുന്നുണ്ട്. ഗോപി അന്വേഷിക്കുമ്പോൾ ആരെയും കാണുന്നില്ല. അർജുൻ ഗോപിയെ പേടിച്ച് പ്രൈവറ്റ് കസ്റ്റഡിയിൽ വെച്ച് ചോദ്യം ചെയ്യാണ്. ഭീഷണിപ്പെടുത്തുമ്പോൾ ഗോപി സത്യം പറയുന്നു. മറുവശത്ത് മഹേന്ദ്രൻ ജെനി എന്ന പെൺകുട്ടിയെ ടാർഗറ്റ് ചെയ്യാണ്. അവൾക്ക് ബോയ് ഫ്രണ്ട് ഉണ്ട്. എങ്കിലും ബിസിനസ് ആവശ്യത്തിന് ഇഷ്ടമില്ലാതെ വേറൊരു ഓഫീസറുമായി റിലേഷൻഷിപ്പിലാകേണ്ടി വരുന്നു. മഹേന്ദ്രൻ ആ ഓഫീസറെ അടിച്ചു വീഴ്ത്തിയിട്ട് ജെനിയെ രക്ഷിച്ച് ഒടുവിൽ അവളെയും ഇഞ്ചക്ഷൻ വെച്ച് കൊല്ലാണ്. ജെനിയുടെ ബോയ് ഫ്രണ്ട് പോലീസിൽ പരാതി നൽകുന്നു. കൃതി വേഷം മാറി ആ ദാബയിൽ പോവാണ്. അവിടെയുള്ളവരെ രഹസ്യമായി ഫോട്ടോ എടുക്കുന്നുണ്ട്. അവിടെ ഒരു വലിയ ബോക്സ് കൊണ്ടുപോകുന്നതാണ് കാണുന്നത്. ദാബയുടെ പുറകിൽ നിറയെ തോക്കിന്റെ ഭാഗങ്ങൾ കൂട്ടിയിട്ടിരിക്കുന്നത് കാണുന്നു. ഫോട്ടോ എടുക്കുമ്പോൾ ഒരാൾ കാണുന്നുണ്ട്. അയാൾ കൃതിയോട് അപമര്യാദയെ പെരുമാറാൻ വരുമ്പോൾ തള്ളിയിട്ട് കൃതി രക്ഷപ്പെടുന്നു. ഗോപിയെ ചോദ്യം ചെയ്യുമ്പോൾ രാജ്യത്തേക്ക് നുഴഞ്ഞു കയറുന്ന അനധികൃത കുടിയേറ്റക്കാരെ കണ്ടുപിടിച്ച് ഇവിടെ കൊണ്ടുവരും. അവർക്ക് ID കാർഡും ഒന്നും ഉണ്ടാവില്ല. അവർക്ക് മരിച്ചവരുടെ ID കാർഡ് വെച്ച് ആധാർ ഉണ്ടാക്കി കൊടുക്കും. പിന്നെ MLA എല്ലാം നോക്കിക്കൊള്ളും എന്ന് പറയുന്നു. വലിയ ആളുകൾക്ക് ഇതിൽ പങ്കുണ്ടെന്ന് അർജുൻ മനസ്സിലാക്കുന്നു. കൃതി ദാബയിൽ വെച്ചെടുത്ത ഫോട്ടോകൾ സുനിലിനെ കാണിക്കുന്നു. ഇവനല്ലേ എപ്പോഴും ഈ പെൺകുട്ടിയോട് വഴക്കുണ്ടാക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അതെ, ഇവൻ തന്നെയാണ് ശല്യം ചെയ്തിരുന്നത് എന്ന് സുനിൽ പറയുന്നു. അവനാണ് ആ പെൺകുട്ടിയെ ഉപദ്രവിച്ചത് എന്ന് മനസ്സിലാവുന്നു. മരിച്ചവരുടെ വിരലടയാളം എങ്ങനെ ആധാറിന് ഉപയോഗിക്കുന്നു എന്ന് അർജുൻ കണ്ടെത്തുന്നു. മരിച്ചവരുടെ കയ്യിൽ ഒരു പ്രത്യേക ഇഞ്ചക്ഷൻ കൊടുത്താൽ വിരലടയാളം എടുക്കാൻ പറ്റുമെന്ന് ഗേൾഫ്രണ്ട് പറഞ്ഞു കൊടുക്കുന്നു. മഹേന്ദ്രൻ ജെനിയെ കൊന്നെങ്കിലും അവൾ മരിച്ചില്ല, ഹോസ്പിറ്റലിലാണ്. ബോയ് ഫ്രണ്ട് അവളെ കൊല്ലാൻ വരുമ്പോൾ പിടിക്കപ്പെടുന്നു. അപ്പോഴാണ് ട്വിസ്റ്റ്. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ പ്രസിൽ റിപ്പോർട്ട് സമർപ്പിക്കുന്നു. ഈ മഹേന്ദ്രൻ NIA ഉദ്യോഗസ്ഥനാണ്. രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയായ ഒരു കാര്യത്തെക്കുറിച്ച് അണ്ടർ കവറായി അന്വേഷിക്കുകയാണ്. ഇന്ത്യയെ ആക്രമിക്കാൻ ആ ഗ്രൂപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട്. ആ ഗ്രൂപ്പിന്റെ ലീഡറായ സ്ത്രീയെ മഹേന്ദ്രൻ പിടിക്കുന്നു. ഈ സ്ത്രീയെ ട്രാക്ക് ചെയ്യാൻ സഹായിച്ചത് മഹേന്ദ്രൻ കൊന്നെന്ന് നമ്മൾ കരുതിയ പെൺകുട്ടികളാണ്. അവർ ഇന്ത്യയിൽ ടെറർ പ്ലാൻ ചെയ്യുകയായിരുന്നു. ആ ലീഡർ ലേഡി പറയുന്നുണ്ട്, ഞങ്ങളെ പിടിച്ചുകൊണ്ട് കാര്യമില്ല, ഇന്ത്യൻ അധികാരികൾ ഞങ്ങളെ സഹായിക്കുന്നുണ്ട്, ഓപ്പറേഷൻ ജിസ്മത്ത് തുടങ്ങാൻ പോവാണ് എന്നവർ ഭീഷണിപ്പെടുത്തുന്നു. ഓപ്പറേഷൻ ജിസ്മത്ത് പേര് പറഞ്ഞതിന് നന്ദി എന്ന് മഹേന്ദ്രൻ പറയാണ്. മഹേന്ദ്രൻ എന്തിനാണ് ആ പെൺകുട്ടികളെ കൊന്നതെന്ന് വിശദീകരിക്കുന്നു. മരിച്ച പെൺകുട്ടികൾ ഈ നാട്ടുകാരല്ല, വേറെ നാട്ടിൽ നിന്ന് വന്ന് മോഡലുകളായി പ്രവർത്തിക്കുകയാണ്. സോഷ്യൽ മീഡിയ വഴി വലിയ ഉദ്യോഗസ്ഥരെ ഹണി ട്രാപ്പിൽ കുടുക്കി വിവരം ചോർത്തുന്നു. അത് തടയാനാണ് മഹേന്ദ്രൻ അവരെ കൊന്നത്. കൃതിക്ക് ACP ഓഫീസിൽ നിന്ന് ഫോൺ വരുന്നു. 19 വർഷമായിട്ടും സസ്പെൻഷനും ട്രാൻസ്ഫറും ആണല്ലോ, ജോലി വിട്ട് പൊക്കൂടെ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ജോലി കൃത്യമായി ചെയ്യുന്നത് കൊണ്ടാണ് ഇങ്ങനെ എന്ന് കൃതി പറയുന്നു. ദാബയിലെ കാര്യങ്ങൾ കൃതി ACPയെ അറിയിക്കുകയാണ്. ഗൺ കൾച്ചർ തടയാൻ കൃതിക്ക് തോക്കും നൽകി ഒരു ടീമിനെ ഏർപ്പാടാക്കുന്നു. അർജുൻ DGPയെ കണ്ട് ഗോപി പറഞ്ഞ കാര്യങ്ങൾ, അതായത് റെഫ്യൂജികൾക്ക് ഫേക്ക് ID കൊടുത്ത് ക്രിമിനൽ ആക്ടിവിറ്റിക്ക് ഉപയോഗിക്കുന്ന കാര്യങ്ങൾ അറിയിക്കുന്നു. കൃതിയുടെ ടീം ദാബയിലെ അണ്ടർഗ്രൗണ്ടിൽ റെയ്ഡ് നടത്തുന്നു. തോക്കുകൾ കണ്ടെടുക്കുകയാണ്. പെൺകുട്ടിയെ ഉപദ്രവിച്ചവരെ കൃതി അടിച്ചു കൊല്ലുന്നു. ബാക്കിയുള്ളവരെ അറസ്റ്റ് ചെയ്യുന്നു.
കൃതിയുടെ ഭാര്യ വിളിച്ച് സരിതയ്ക്ക് ബോധം വന്നുവെന്ന് പറയാണ്. മറുവശത്ത് മഹേന്ദ്രന്റെ ടീം തീവ്രവാദികളെ സഹായിക്കുന്ന ഗവൺമെന്റ് ഉദ്യോഗസ്ഥനെ പിടിക്കുന്നു. എല്ലാം ഉണ്ടായിട്ടും എന്തിനാണിത് ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ സ്വന്തം സംതൃപ്തിക്ക് വേണ്ടി അധികാരം കയ്യിലുണ്ടാവാൻ എന്നയാൾ പറയുന്നു. മഹേന്ദ്രൻ അയാളെ വെടിവെച്ച് കൊല്ലാണ്. അതേസമയം അർജുന മിനിസ്റ്ററെ അറസ്റ്റ് ചെയ്യുന്നു. ടെററിസത്തെ സഹായിച്ച എല്ലാവരെയും ജയിലിലാക്കുന്നു. കൃതിയുടെ ജോലിക്ക് അംഗീകാരമായി SA ആയി പ്രൊമോഷനും കൊടുക്കുന്നു. അദ്ദേഹം ഗമയിൽ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി വരുന്നു. പഴയ സെബാസ്റ്റ്യൻ അവിടെ നാണം കെട്ടിരിക്കുന്നത് കാണാം. അർജുൻ എല്ലാ കേസും തീർത്ത് വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയോടൊപ്പം സമയം ചെലവഴിക്കുന്നു. ആ നടൻ അർജുൻ നല്ല ഓഫീസറാണെന്ന് മനസ്സിലാക്കി ജോലിക്ക് പോകുന്നു. സിനിമ എങ്ങനെയുണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടോ? സിനിമയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് കൂടി തരാൻ മറക്കല്ലേ. സോ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.